റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്ക. പഹൽഗാം ഭീകരാക്രമണത്തിന് ഉത്തരവാദിത്തം TRFന് ആണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഭീകരതയെ നേരിടുന്നതിൽ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് നടപടിയെന്നും പ്രസ്താവനയിൽ മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഈ TRFനെതിരായ കൂടിയാണല്ലോ നമ്മുടെ പ്രതിനിധികൾ ഓരോ രാജ്യങ്ങളിലും പോയി ഭീകരതയ്ക്ക് എതിരായ സന്ദേശങ്ങൾ പറയുമ്പോൾ, നടപടികൾ എടുത്തതിലൊക്കെ വിശദീകരണം നൽകുമ്പോൾ പറഞ്ഞിരുന്നത്. അത്തരം നടപടികൾ അത് ഫലം കാണുന്നു എന്ന് കൂടിയാണോ ഇപ്പോൾ മാർക്കോ റൂബിയോയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വെരി ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയം തന്നെയാണ് TRFനെ ആഗോള ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം എന്നുള്ളത്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നടത്തിയ നയതന്ത്ര ഇടപെടലുകളുടെ വിജയമായി തന്നെ അതിനെ വിലയിരുത്താം. കാരണം ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് TRF ആണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യ അത് തുറന്നു കാട്ടിയിരുന്നു. എന്നാൽ പാകിസ്ഥാനാകട്ടെ UN രക്ഷാ സമിതിയിൽ ഈ വിഷയം TRFനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ TRFന്റെ പേരെടുത്ത് പറയാതെയുള്ള പരാമർശമാണ് നടത്തിയത്. ഈ ആഗോള ഭീകര സംഘടനയായി TRFനെ പ്രഖ്യാപിക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ US-ന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ നടപടിയുണ്ടായിരിക്കുന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് TRFനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് വിദേശ ഭീകര സംഘടന, ഒപ്പം തന്നെ ആഗോള ഭീകര സംഘടന എന്നീ രണ്ട് ഭീകര സംഘടനകളുടെ പട്ടികയിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെയാണ് ഇക്കാര്യങ്ങൾ ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ട്രംപ് ഭരണകൂടത്തിന്റെ സമീപനത്തിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് ഈ പ്രസ്താവനയിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നത്. ഉന്മേഷ്, സ്മിത. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.